ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമുക്കൊരു വിൻ്റർ ക്യാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. സാക്കിർ ഡെസേർട്ട് ക്യാമ്പിലായിരുന്നു ഈ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നത്. ബഹ്റൈനിലെ ടൂറിസ്റ്റ് പ്ലേസ് ആയ ട്രീ ഓഫ് ലൈഫിൻ്റെ അടുത്താണ് ഈ ഒരു പ്ലേസ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാത്രിയൊക്കെ നാട്ടിലെ ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതേ ഒരു സെറ്റപ്പ് ആയിരുന്നു കേട്ടോ അവിടെ. കാരണം രാത്രി ആയതുകൊണ്ട് നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഓരോരോ ടെൻറ്റുകളിൽ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ടെൻറ്റുകളിൽ തന്നെ VIP ടെൻറ്റുകളും അല്ലാതെ സാധാ നോർമൽ ടെൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഫുഡ് സ്റ്റാൾസ്, പിന്നെ എന്താണ് ഹോഴ്സ് റൈഡിങ്, അങ്ങനെ നിരവധി ആക്ടിവിറ്റീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ ഒരു ടെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടെൻറ്റാണ് വരുന്നത്. അതിൽ 2 ക്ലോസ്ഡ് ആയിട്ടുള്ള ടെൻറ്റും 1 ഓപ്പൺ ടെൻറ്റും ആയിരുന്നു. അതുപോലെ തന്നെ ക്യാമ്പ് ഫയറിനുള്ള പ്ലേസും ബാർബിക്യൂ സ്റ്റേഷനും കിച്ചനും ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിനുള്ളിൽ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് വോളിബോള്, ജംബോലിന്, പിന്നെ ഊഞ്ഞാല, പിന്നെ അതുപോലെ തന്നെ ഏർമാടം പോലത്തെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ലൈവ് കുക്കിംഗ് ആയിരുന്നു. കാരണം ഈ ഒരു തണുപ്പത്ത് നല്ല ചൂടോടെ ഫുഡൊക്കെ സെർവ് ചെയ്യുമ്പോൾ ഒരു പൊളി വൈബ് തന്നെയായിരുന്നു. ഫ്രണ്ട്സൊക്കെ ഇട്ടിരുന്ന് ഇങ്ങനെ കഴിക്കാനും. നമ്മുടെ നാട്ടിലെ തട്ടുകട സ്റ്റൈലിൽ ബ്രെഡ് ഓംലെറ്റ്, നല്ല ചൂട് സമൂസയും ചായയും, അതുപോലെ തന്നെ രാത്രിയിൽ ബാർബിക്യൂസൊക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ ടിക്ക, ഗ്രിൽ ചിക്കന്, അതുപോലെ തന്നെ അമ്മൂസ്, സാലഡ്സ്, അങ്ങനെ. അതുകൂടാണ്ട് റൈസ് ഐറ്റംസ് ആയിട്ട് തന്നെ ബീഫ് മന്തിയും ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമും പിന്നെ ലേഡീസിൻ്റെയോ ജെൻസിൻ്റെയൊക്കെ പാട്ടും അങ്ങനത്തെ നിരവധി ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റാഫിൽ ഡ്രോയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈവനിങ്ങിൽ ചെന്നിട്ട് രാത്രി ഒരു 2:30 വരെയൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാ ഫ്രണ്ട്സിനെയൊക്കെ കാണാനും. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് ടൈമിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു ക്യാമ്പിലൊക്കെ പോയിട്ട് ടെൻറ്റൊക്കെ എടുത്ത് ക്യാമ്പ് ഫയറൊക്കെ വെച്ച് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ നല്ലൊരു രസമുണ്ടായിരുന്നു. പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ എന്തെല്ലോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ അബ്രോഡിലുള്ള ആൾക്കാരെ ഇങ്ങനെ ഒരു ഫ്ലാറ്റിൽ തന്നെ ഒതുങ്ങിക്കൂടരുത്. ഇനി ഇതേപോലെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലൊക്കെ ആക്റ്റീവാകുക, കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് അവരെയും ആക്റ്റീവാക്കുക. അപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ ഞാനും എൻ്റെ ഫാമിലിയൊക്കെ എൻജോയ് ചെയ്തിട്ട് ഈ ഒരു പരിപാടി. അതുമാത്രമല്ല അവിടെ വന്നവരും എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എല്ലാവരുടെ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞായിരുന്നു. എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു ഈ ഒരു മീറ്റപ്പ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ഗ്രൂപ്പിൽ ഡിസ്കഷൻ ആയിരുന്നു. ഈ പ്രോഗ്രാം കഴിഞ്ഞതുകൊണ്ട് ഭയങ്കര സങ്കടം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇനിയും പുതിയ ഇതേപോലെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ബൈ സാലിഹ സിദ്ദീഖ്.